സ്ത്രീയാ എല്ലാ കുഴപ്പമുണ്ടാക്കിയത്. അല്ലെങ്കിൽ അത് വേറൊരു ചടങ്ങായിട്ടങ്ങ് കഴിഞ്ഞു പോയെന്നെ. ആദ്യം തുളസിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞു അവളുടെ ഒരു കൊട്ടിഘോഷിക്കല്. ദുർഗേച്ചി ഇപ്പൊ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. ടെൻഷൻ അടിക്കാത്ത പിന്നെ ഞാൻ സന്തോഷിക്കണോ? അതിനുവേണ്ടിയായിരുന്നോ ഇത്രയും കാശ് മുടക്കി ഞാൻ സ്വയംവര പൂജ നടത്തിയത്? അതിനുവേണ്ടിയായിരുന്നോ ഞാൻ ഇവളെ മോഹിപ്പിച്ചത്? എല്ലാം കൊണ്ടുപോയി തകർത്തില്ലേ? എന്റെ ലൈഫ് വെറുതെ ആയി ദുർഗാന്റി. ആ സ്ത്രീക്ക് പ്രാന്താന്ന് പറയണം. നട്ടപ്രാന്തിൽ അവരെന്തോ വിളിച്ചു പറഞ്ഞു എന്നങ്ങ് പറയണം. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ആ രംഗം കണ്ടു കഴിഞ്ഞു. ആദ്യ തുളസിയുടെ കഴുത്തിൽ മാലയിട്ടു. കുടുംബ പരദേവതകളുടെ മുമ്പിൽ സ്വയംവര പൂജയിൽ അവര് വധൂവരന്മാരായി കഴിഞ്ഞു. ഈ ഒരവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും അസ്ഥാനത്തായി. ഇനിയിപ്പോ ദൈവനിശ്ചയം പോലെ വിവാഹം നടത്താം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കരയണ്ട, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പ്രസാദ് സാറിനെ വിളിച്ച് വിവരം പറയണ്ടേ ചേച്ചി? വിളിക്കണം, വിവരം പറയണം. അതിനു മുമ്പ് എനിക്കൊരു ജോലിയുണ്ട്. അതെന്താ ചേച്ചി? നല്ലൊരു ദിവസം നോക്കി ആദിയുടെ വിവാഹം നിശ്ചയിക്കണം. പ്രസാദേട്ടൻ വരുന്നതിന് മുമ്പ് ആദിയുടെ എൻഗേജ്മെന്റ് നടന്നിരിക്കണം. സാർ അറിയാതെയോ? കാത്തിരുന്ന കാര്യം നടക്കില്ല. എന്നാലും ആദിയുടെ വിവാഹ നിശ്ചയം അവന്റെ അച്ഛനായ പ്രസാദ് സാറിനോട് പറയാതെ നടത്തുകയെന്ന് വെച്ചാ? ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ക്ഷേത്രത്തിലെ പൂജാരിയെ വിളിച്ച് നല്ലൊരു മുഹൂർത്തം കുറിച്ചുതരാൻ പറയാം. ഹലോ, കനകദുർഗയാണ്. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. ആദിത്യന്റെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടക്കണം. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നല്ലൊരു മുഹൂർത്തം കുറിച്ചുതരണം. പൂജാരി നല്ലൊരു ജോത്സ്യനും കൂടിയാണല്ലോ. പ്രസാദങ്ങള് വരുന്നതിന് മുൻപ് ഞാനും ആദ്യേട്ടനും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താനാ ദുർഗാന്റിയുടെ പ്ലാൻ. ഐ ലവ് യു ദുർഗാന്റി. ഇല്ല, കാത്തിരുന്നാൽ ശരിയാവില്ല. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തണം. എന്തൊക്കെയാ വേണ്ടതെന്ന് പൂജാരി പറഞ്ഞാൽ മതി. ഇവിടെ എല്ലാം റെഡിയാക്കി വെക്കാം. അതെ, ദേവമംഗലത്ത് വെച്ച് തന്നെയാ വിവാഹ നിശ്ചയം. നല്ലൊരു ദിവസം നോക്കി ആദിയുടെ വിവാഹം നിശ്ചയിക്കണം. പ്രസാദേട്ടൻ വരുന്നതിന് മുമ്പ് ആദിയുടെ എൻഗേജ്മെന്റ് നടന്നിരിക്കണം. മാമൂസിന് എന്താ എത്ര ഗൗരവം? മാമൂസിന് ഭ്രാന്ത് വരുന്ന മറ്റൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. ആദ്യേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാന്നറിയോ? എന്റെ മാമൂസെ, ആദ്യേട്ടൻ അമ്പലത്തിൽ വെച്ച് ആ ഇളക്കക്കാരിയുടെ കഴുത്തിൽ മാലയിട്ടതൊന്നും നോക്കണ്ട. ആദ്യേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നതേ മാമൂസിന്റെ ഈ ആതിരക്കുട്ടിയാ. ആദ്യേട്ടനും ഞാനുമായിട്ടുള്ള കല്യാണ നിശ്ചയം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നടത്താനാ ദുർഗാന്റിയുടെ പ്ലാൻ. ദുർഗാന്റി ഏതോ പൂജാരിയെ വിളിച്ച് എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മിക്കവാറും പ്രസാദങ്ങള് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ആദ്യേട്ടനും ഞാനും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടന്നിരിക്കും. ഓക്കെ മാമൂസേ, ബൈ.
സന്തോഷത്തിലാണല്ലോ ആതിര. പിന്നെ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ ആദ്യേട്ടന്റെ എൻഗേജ്മെന്റിനെ കുറിച്ച് മാമൂസിനോട് പറയുമായിരുന്നു. നിന്റെ ആദ്യയുടെ എൻഗേജ്മെന്റോ? ആ, ആര് പറഞ്ഞു? ദുർഗാന്റെ പറയുമ്പോ സുലാന്റെ അവിടെ ഉണ്ടായിരുന്നില്ലേ? എത്ര വേഗം മറന്നുപോയോ? നിങ്ങളുടെ കാര്യമാണോ ദുർഗേച്ചി ഫോണിൽ വിളിച്ച് പറഞ്ഞത്? പിന്നല്ലാതെ ഞാൻ കരുതി ആദ്യയുടെയും തുളസിയുടെയും വിവാഹ കാര്യമായിരിക്കുമെന്ന്. അതിനായിരുന്നെങ്കിൽ ദുർഗാന്റെ ഇത്രയും തിടുക്കം കൂട്ടേണ്ട കാര്യമുണ്ടോ? പ്രസാദങ്ങള് വരുന്നത് വരെ കാത്തിരിക്കില്ലേ? ശരിയാ. ഞാൻ എന്തൊരു വിധിയാ. എനിക്കേ നല്ല ബുദ്ധിയാ, അതുകൊണ്ടാ ഇത്ര വേഗം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിന്റെ ബുദ്ധി അപാരം തന്നെ. സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഞങ്ങളുടെ എൻഗേജ്മെന്റിന് സുലാന്റിക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. അയ്യോ ഈശ്വരാ, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ മോളെ. ഞാൻ സ്നേഹിക്കും, അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് സുലാന്റി. ഐ ലവ് യു സുലാന്റി. ഐ ലവ് യു ടു. അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? Absolutely right. എന്നുവെച്ചാ പറഞ്ഞത് ശരിയാണെന്ന്. സുലാന്റി ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പറയാൻ പഠിച്ചല്ലേ? എല്ലാം നീ പഠിപ്പിച്ചു തന്നതല്ലേ. എന്നെ ആദ്യമായിട്ടും കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഞാൻ പിന്നെ എന്നിവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ സുലാന്റിയെ ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പഠിപ്പിക്കും. അല്ല, അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ നീ ആദ്യം കൊണ്ട് അമേരിക്കയിലേക്ക് പോവില്ലേ? ഞങ്ങൾ പോകുമ്പോ സുലാന്റിയും കൊണ്ട് പോകും പോരെ? അമേരിക്കയിലേക്ക്? എന്നെയോ? എന്താ സംശയം? ഈശ്വര, എനിക്ക് അതിനൊക്കെയുള്ള ഭാഗ്യമുണ്ടോ? ഉണ്ടെന്നേ, ഈ ആതിരല്ലേ പറയുന്നത്. അയ്യോ, സുരലോക ജലധാര ഒഴുകി ഒഴുകി എനിക്ക് വയ്യ അമേരിക്ക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഇനിയെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. അച്ഛൻ അവിടെ ഇല്ലാത്തത് കഷ്ടായി പോയി. അച്ഛൻ മാത്രല്ലല്ലോ, നിന്റെ മാമനും ഉണ്ടായിരുന്നില്ലല്ലോ. മാമൻ അവിടെ ഇല്ലാതിരുന്നത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എന്റെ കഴുത്തിൽ സ്വയംവരമാല അണിയിക്കുന്ന സീൻ കണ്ട് ബോധം കെട്ട് വീണേനെ. നീയോ ആദ്യം ഒരുമിച്ച് ജീവിക്കണമെന്ന പരദേവതകളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തെ തടയാൻ നിന്റെ മാമൻ വിചാരിച്ചാലും നടക്കില്ല. പെണ്ണിന്റെ അച്ഛൻ ദാ എത്തി. സ്വയംവരവും സദ്യയും കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം ഉത്തരവാദിത്തപ്പെട്ടൊരു അച്ഛൻ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഓഹോ, അത്രയെങ്കിലും ഭാഗ്യം. അപ്പൊ കുറച്ചൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്. പൊടി എന്നെ ശരിക്കുള്ള കല്യാണത്തിനെങ്കിലും സാറിന് ലീവ് കിട്ടുമോ? നീ അങ്ങനെ അച്ഛനെ കളിയാക്കൊന്നും വേണ്ട. ഓഫീസിൽ നിന്ന് വിളിച്ച അച്ഛന് പോവാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. എനിക്കറിയാം മാം, ഞാൻ ഈ ജയശീലിനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചതല്ല. ആദ്യ തുളസിയെ സ്വയംവരം ചെയ്ത സ്ഥിതിക്ക് ഉടനെ തന്നെ വിവാഹം നടക്കേണ്ടതല്ലേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നില്ലെന്നോ? ഇതൊക്കെ ദുർഗാമ്മയുടെ ഓരോ കളികളാ. പരദേവതകൾ സമ്മതം നൽകിയ സ്ഥിതിക്ക് വിവാഹം നടത്താതെ പറ്റില്ല എന്നല്ലേ പ്രമാണം? ഇവള് പറയുന്നതൊന്നും ഏറ്റവും കാര്യമാക്കണ്ട. എത്രയും പെട്ടെന്ന് വിവാഹ നിശ്ചയം നടക്കും. പക്ഷേ എന്താ? പ്രസ അത്യാവശ്യമായിട്ട് ഡൽഹിക്കാൻ മറ്റോ പോയിരിക്കുക. എന്തായാലും പ്രസ തിരിച്ചു വരാതെ തീരുമാനം ഉണ്ടാവില്ലല്ലോ. പ്രസ തിരിച്ചു വന്നു കഴിഞ്ഞാലേ ഈ കല്യാണം തന്നെ പ്രസ ക്യാൻസൽ ചെയ്യും. അതാ ഉണ്ടാവാൻ പോകുന്നത്. സ്വയംവരവും പരദേവതകളുടെ ഇഷ്ടമൊന്നും മാമൻ നോക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവൂ, അച്ഛൻ നോക്കിക്കോ. നീ കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നോ? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. എന്തു പറ്റി? കോച്ച് സമ്മതിച്ചില്ലേ? കോച്ച് സമ്മതിക്കുകയൊക്കെ ചെയ്തു. പിന്നെന്താ, വണ്ടി എത്താൻ ലേറ്റായി കാണുമല്ലേ? വണ്ടിയും കൃത്യസമയത്ത് തന്നെ എത്തി. പിന്നെ ഈ കഥകളൊന്നും തൽക്കാലം അച്ഛനും അമ്മയും അറിയണ്ട. എന്തിനാ വെറുതെ അവരെ ടെൻഷൻ അടിപ്പിക്കുന്നത്? പിന്നെ എന്തായിരുന്നു പ്രശ്നം? എന്ത് പ്രശ്നം? എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായതുപോലെയാണല്ലോ നീ പറഞ്ഞത്.
അതോ അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിലെ പ്രശ്നങ്ങള്, സ്വയംവരം, താലികെട്ട് അതൊക്കെ ആലോചിച്ച് പറഞ്ഞതാ. ഇനി എന്നാ തിരിച്ചു പോകേണ്ടത്? അത് സാറ് വിളിക്കും, അപ്പൊ പോയാ മതി. കഴിക്കാൻ എന്തെങ്കിലും എടുക്ക, കുളിച്ചിട്ട് വാ. എന്താ ദുർഗേച്ചിയുടെ പ്ലാൻ? എല്ലാം കൂടെ ഒറ്റയ്ക്ക് തലയിലെടുത്ത് വെക്കാനാണോ? ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നാ എടുത്തല്ലേ പറ്റൂ. എടുപിടിന്ന് വിവാഹ നിശ്ചയം എന്നൊക്കെ പറഞ്ഞാ പ്രസാദ് സാർ അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? സ്വയംവര പൂജയ്ക്ക് വരാതെ മുങ്ങി നടന്നതാ പ്രസാദേട്ടൻ. അതെന്തിനായിരുന്നു എന്ന് നിനക്കറിയില്ലേ? അത് പ്രിയയുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നില്ലേ? അതെ, ആ രക്ഷപ്പെടൽ പ്രസാദേട്ടനെ സംബന്ധിച്ച് മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അതെങ്ങനെയാ മരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാവുന്നേ? ആദ്യ ആ സ്വയംവരമാല തുളസിയുടെ കഴുത്തിൽ ചാർത്തുന്ന കാഴ്ച പ്രസാദേട്ടൻ കണ്ടിരുന്നെങ്കിൽ അപ്പ തന്നെ നെഞ്ച് തകർന്ന് അവിടെ വീണേനെ. അത് ശരിയാ. കല്യാണത്തിന് പകരം അവിടെ ചാവടിയന്തരം നടന്നേനെ. അല്ല, പ്രസാദ് സാറിനെ ദൈവം രക്ഷിച്ചു. എത്രയും പെട്ടെന്ന് ആദിയുടെ വിവാഹ നിശ്ചയം നടത്താൻ ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാ. അല്ല, എന്നാലും സാറിനോട് ചോദിക്കാതെ എങ്ങനെയാ? പ്രസാദേട്ടന് അത്യാവശ്യമായിട്ട് എവിടെയോ പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. എന്ന് തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടില്ല. അത്രയും ദിവസം കാത്തിരിക്കാൻ പറ്റില്ല. ഒന്ന് ഫോൺ ചെയ്ത് അഭിപ്രായം ചോദിക്കുന്നത് നന്നായിരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ ചേച്ചി വെറുതെ സാറിന് ദേഷ്യം പിടിപ്പിക്കുന്ന? സ്വന്തം മകന്റെ വിവാഹം നിശ്ചയിക്കുന്ന വിവരം അച്ഛൻ അറിയണ്ടേ? നീ നോക്കിക്കോ, പ്രസാദേട്ടനോട് പറയാതെ ഞാൻ നടത്തുന്ന ആദിയുടെ വിവാഹ നിശ്ചയം. അതറിയുമ്പോ പ്രസാദേട്ടൻ സന്തോഷിക്കും. സന്തോഷിക്കാനോ? ആ, അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. കുടുംബ പരദേവതകളുടെ അനുഗ്രഹം പോലെ ആദിമോൻ തുളസിയെ വിവാഹം കഴിക്കുമായിരിക്കും, അല്ല ചേട്ടാ? എന്താ നിന്റെ അഭിപ്രായം? ഞാൻ ആ സമയത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ലല്ലോ. ദുർഗേച്ചിയുടെ മുഖലക്ഷണം വെച്ചിട്ട് ദുർഗേച്ചി എന്ത് തീരുമാനമെടുക്കും? പരദേവതകളുടെ താല്പര്യം ആദ്യ തുളസിയെ കെട്ടണം എന്നായ സ്ഥിതിക്ക് പരദേവതകളുടെ ഇഷ്ടമൊക്കെ പ്രസയും ദുർഗേച്ചിയും കാറ്റിൽ പറത്തിക്കളയെന്ന് അറിയാലോ. അതാ എന്റെ പേടി. ഈ കാര്യത്തിൽ അവസാനത്തെ തീരുമാനം എപ്പോഴും ദുർഗേച്ചിയുടേതായിരിക്കും. ദുർഗേച്ചി എന്ത് തീരുമാനിക്കുന്നോ അതേ നടക്കൂ. ദുർഗേച്ചി നമ്മുടെ പക്ഷം ചേരുമെന്ന് തന്നെ തീരുമാനിക്കാം. പക്ഷേ പ്രസ, ആദ്യം തുളസിയും തമ്മിൽ അകറ്റാനാണ് പ്രസ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഈ വിവാഹത്തിന് പ്രസ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുടുംബക്ഷേത്രത്തിലെ പരദേവതകളുടെ തീരുമാനമാണ് സ്വയംവര പൂജയിൽ തെളിഞ്ഞിരിക്കുന്നത്. ആദിമോൻ തുളസിമോളുടെ കഴുത്തിൽ സ്വയംവരമാല ചാർത്തിയ സ്ഥിതിക്ക് അവിടെ അവരുടെ വിവാഹം നടന്നു കഴിഞ്ഞു എന്ന പ്രമാണം. ക്ഷേത്രനടയിൽ നിന്ന് ഒരു സ്ത്രീ ആ കാര്യം വിളിച്ചു പറയുകയും ചെയ്തു. അത് കേട്ടപ്പോ ദുർഗേച്ചിയുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അതെ, ദുർഗേച്ചിയുടെ മാത്രമല്ല, മംഗളപ്പച്ചിയിൽ ഒരു ഇടിമിന്നലും പ്രത്യക്ഷപ്പെട്ടു. ആ സ്ഥിതിക്ക് ഒരു കൊടുങ്കാറ്റും കോളും പ്രതീക്ഷിക്കാം. തീർച്ചയായും. അവര് പ്രതീക്ഷിച്ചത് ആദിമോൻ ആതിരയുടെ കഴുത്തിൽ സ്വയംവരമാല അണിയിക്കുമെന്നാവും. അതുണ്ടായില്ല. ദേവകൽപ്പന മാനിക്കാതെ തരയില്ലല്ലോ. പ്രസ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് തീരുമാനങ്ങൾക്ക് ഇനിയും സമയമെടുക്കും. ദുർഗേച്ചി സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ വഴിയില്ല. സ്വയംവര പൂജ കഴിഞ്ഞ സ്ഥിതിക്ക് വിവാഹം നിശ്ചയിക്കണമല്ലോ.
അതിന് താമസം ഉണ്ടാവാൻ പാടില്ല. ദുർഗേച്ചി തന്നെ കല്യാണം നിശ്ചയിക്കും. പ്രസ ഇല്ലാതെയോ? അതിനാ സാധ്യത. അപ്പോ ദുർഗേച്ചിയുടെ തീരുമാനം ഒരിക്കലും നമുക്ക് അനുകൂലമാവില്ല. പ്രസയുടെ തീരുമാനവും നമുക്ക് അനുകൂലമാവില്ല. എന്തായാലും കാത്തിരിക്കാം. ആദിമോനും തുളസിയും നല്ല പ്രതീക്ഷയില്ല. അവരെ വേദനിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതെന്താ എന്റെ എഴുതിയെടുക്കുന്നത്? നിശ്ചയത്തിനുള്ള പൂജാ സാധനങ്ങളുടെ ലിസ്റ്റാ. ആ, ഇതാ പൂജാരി വാട്സപ്പ് ചെയ്ത് തന്നതായിരിക്കും അല്ലേ? അതെ. അതെ, ഒരു കാര്യം ചോദിച്ചാ ദുർഗാന്റെ എന്നോട് ദേഷ്യപ്പെടുവോ? ചോദിക്ക്. ദേഷ്യപ്പെടുവോന്ന് പറ. അത് കേട്ടാലല്ലേ അറിയാൻ പറ്റും. എന്നാ ഞാൻ ചോദിക്കുന്നില്ല. നീ ചോദിക്ക്. വേണ്ട. എന്തിനാ ദുർഗാന്റിയുടെ നല്ല മുടി ഞാൻ കൊണ്ടുപോയി കളയുന്നേ? നീ ചോദിക്കുന്നുണ്ടോ? അത് പിന്നെ എൻഗേജ്മെന്റ് നടത്തുന്ന പെണ്ണിന്റെ വീട്ടിൽ വെച്ചല്ലേ? ആ. പിന്നെ ഇതെന്താ ഇവിടെ വെച്ച് ചെറുക്കന്റെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച? അതാണോ കാര്യം? എന്റെ ഒരു ഡൗട്ട് ഞാൻ ദുർഗാന്റിയോട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇതൊരു സാധാരണ കല്യാണം അല്ലല്ലോ. ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം. പെണ്ണ് വീട്ടിൽ വെച്ച് എൻഗേജ്മെന്റ് നടക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എനിക്കതിൽ ഇടപെടാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ വെച്ചാവുമ്പോ എല്ലാം എന്റെ കൺമുമ്പിലാവും നടക്കുക. ഞാൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല. ഓ ഗുഡ്. ആന്റി, എന്റെ അച്ഛനമ്മയെ ക്ഷണിക്കണ്ടേ? അവരെ വിളിക്കണമെന്ന് മാമൂസ് പറഞ്ഞിരുന്നു. വിളിച്ചോ? അത് ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. ദുർഗാന്റെ തന്നെ വിളിക്കണം. അതല്ലേ രീതി.